ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തപ്പ ഉണ്ടായത് എന്തപ്പ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം ചരിത്രമായി മാറി. പൊന്നാര മക്കളെ, മമ്മൂട്ടി എന്ന നടൻ മമ്മൂട്ടി എന്ന നടനും അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ അവർകളും വീണ്ടും ഒന്നിക്കാണ്. ആ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് പൂജ ആരംഭിക്കുമ്പോഴത്തേന് തന്നെ അവാർഡ് കിട്ടില്ലേ. ഏ അതിന്റെ പൂജ ആരംഭിക്കുമ്പോഴത്തേന് തന്നെ എന്തായി, മമ്മൂക്കാക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടി. അപ്പൊ മമ്മൂക്കയും അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണനും 32 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കാണ്. അതും പദയാത്ര എന്നാണ് സിനിമയുടെ പേര്. മമ്മൂക്കാക്ക് 2 പ്രാവശ്യം അവാർഡ് നേടിക്കൊടുത്ത വ്യക്തിയാണ് ആര്, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ആള്. അപ്പൊ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അത് ആ സംഭവം പുറത്ത് പബ്ലിസിറ്റി ആയി വരുമ്പോഴത്തേന് തന്നെ സംഭവം എന്തായി, മമ്മൂക്കാക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്തപ്പോ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇതാണ് ഭാഗ്യം എന്നൊക്കെ പറയില്ലേ, ചരിത്രം തിരുത്തി എഴുതി എന്നൊക്കെ പറയില്ലേ. അവാർഡ് സാധാരണ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ഗോപാലകൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവാർഡ് പടങ്ങൾ മലയാള സിനിമയിൽ അവാർഡ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. കാരണം അദ്ദേഹം ഈ ഗ്രാമീണ ശൈലി മറ്റുള്ള കാര്യങ്ങളൊക്കെ അവാർഡിന്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് അതിന്റെ കുലപതി. അവാർഡിന്റെ കുലപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ മമ്മൂക്കയും വീണ്ടും ഒരുമിക്കാണ്. അതും സിനിമ ഏതാണെന്നറിയോ, പദയാത്ര എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ പുതിയതായിട്ട് മമ്മൂക്കയും അടൂർ ഗോപാലകൃഷ്ണനും ചെയ്യാൻ വേണ്ടി പോകുന്ന സിനിമ. പൂജ കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് തൊടുമ്പത്തിന് തന്നെയാണ് ഇവിടെ ഇപ്പുറത്ത് എന്തായത് സംഭവം കിട്ടിയത് ഇത് പത്മഭൂഷൺ അവാർഡ് എന്തായി കിട്ടിയത്. അപ്പോ ഇനി ഈ സിനിമ കഴിഞ്ഞ് ഇത് പൂർത്തിയാകുമ്പോഴത്തേന് എന്താവും, ഇത് റിലീസായി ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേശീയ അവാർഡ് കിട്ടാൻ 100% ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സിനിമ, ഈ പദയാത്ര എന്ന് പറയുന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ, പൂജ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേന് തന്നെ ഇപ്പൊ പത്മഭൂഷൺ അവാർഡിന്റെ റിസൾട്ട് ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞു. മമ്മൂക്ക പത്മഭൂഷൺ അവാർഡ് ഉണ്ട് എന്നുള്ളത്. ഏഹ് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക്, പദയാത്ര കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന അവാർഡും അതുപോലെ തന്നെ ദേശീയ അവാർഡൊക്കെ കിട്ടാൻ വേണ്ടി ലെവലിലേക്ക് എത്തി, അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ അഭിനയത്തിന്റെ പവർ കൊണ്ട് മമ്മൂക്ക വേറെ ലെവലാന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം 2 പ്രാവശ്യം ദേശീയ അവാർഡ് നേടിക്കൊടുത്തതാണ് ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ. അത് അടൂർ ഗോപാലകൃഷ്ണൻ വെറുതെ കൊടുത്തതല്ല, അഭിനയത്തിന് കിട്ടിയത് തന്നെയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ കൊടുത്തതല്ല, മമ്മൂക്കാടെ അതിലെ അഭിനയത്തിന്, ആ രണ്ട് സിനിമയിലെ അഭിനയത്തിന് കിട്ടിയ അവാർഡാണ് ഈ അവാർഡ്. 2 ദേശീയ അവാർഡ്. അപ്പൊ ഇനിയിപ്പോ പദയാത്ര ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവാർഡ് കിട്ടുന്നതാണ് പലരും പറയുന്നത്. കാരണം മമ്മൂക്ക അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കുള്ള വെറൈറ്റിയാണ്. അഭിനയ കുലപതിക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ജനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വിസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയത്തിന്റെ മാജിക് കൊണ്ട് ജനങ്ങളെ, ലോക ജനതയെ, മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. മലയാളികളുടെ അഭിമാനമായി മാറിയ മമ്മൂക്ക മലയാളികളുടെ യശസ് ഇന്ന് ഓസ്കർ വേദിയിൽ എത്തി നിൽക്കുകയാണ്. ഓസ്കർ വേദിയിൽ ഇന്ന് മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തി നിൽക്കുകയാണ്, ഓസ്കർ അവാർഡ് വേദിയിൽ. അപ്പൊ ഇനിയിപ്പോ ഈ പദയാത്രയും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ, അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് ആയിക്കഴിഞ്ഞാൽ എന്റെ പൊന്നാര മക്കളെ, മമ്മൂക്കാനെ പിടിച്ചാൽ കിട്ടില്ല, ആ നിലക്ക് എത്തി നിൽക്കും. കാരണം ബഹുമതികൾ ഒരുപാട് അവാർഡുകൾ ഒരുപാട് ഇനിയും തേടിയെത്താൻ കാത്തിരിക്കുന്ന ഒരു മഹാമനുഷ്യനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്കയും ഒന്ന് ഒരുമിച്ച് എന്ന് പറയുമ്പോഴത്തേന് തന്നെ ഇപ്പൊ ഒരു അവാർഡ് വന്നു. ഇനിയിപ്പോ ഇത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവാർഡിന്റെ പെരുമഴ ആവും.
ഏതൊക്കെ തരം അവാർഡ് കിട്ടാണ്ട് അതൊക്കെ ഇപ്പൊ മമ്മൂക്കാക്ക് പെടും. 2026 മമ്മൂക്ക തൂക്കുംന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മമ്മൂക്ക തൂക്കിയിരിക്കും. ആ ലെവലിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.